നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ഡോക്ടർമാർ സമരരംഗത്ത്. KGMOAയുടെ ആഭിമുഖ്യത്തിലുള്ള പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര കാസർകോട്ട് നിന്ന് തുടങ്ങി. ഡെങ്കിപ്പനി പടരുന്നു, ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം, ശുചീകരണത്തിനും ആഹ്വാനം. ചേരങ്കയിൽ കടലാക്രമണം രൂക്ഷം, നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിനെതിരെ വിമുക്ത ഭടന്മാർ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. ഭൂരഹിതർക്ക് അതിവേഗം ഭൂമി നൽകണമെന്ന ആവശ്യം. മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി ധർണ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗം ചികിത്സ തേടുന്നു. സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ഡോക്ടർമാർ സമരരംഗത്ത്. KGMOAയുടെ ആഭിമുഖ്യത്തിലുള്ള പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജൂൺ 15 മുതൽ 28 വരെ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര കാസർകോട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥാ പതാക ഡോക്ടർ എസ് പ്രമീള ദേവിക്ക് കൈമാറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ ഡോക്ടർ KP അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരുടെ ഇച്ഛയ്ക്കൊത്ത് പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കുകയും ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ നിശ്ചിത വിമർശനമുയർത്തിയ ഉദ്ഘാടന ജാഥ തെരുവു നാടകത്തോടെയാണ് തുടങ്ങിയത്. കുഞ്ഞിപ്പണ്ണിന് ഇന്ന് കാലേലി പേറ്റുവേദന തുടങ്ങി. എന്നിട്ട് വേവലാതി പിടിച്ച് ബ്ലോക്ക് ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോ അവര് പറഞ്ഞു പ്രസവെടുക്കുന്ന ഡോക്ടറുകളില്ലാതെ. ഞങ്ങളാടുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് ആടുന്ന് പറഞ്ഞു പേരെടുക്കുന്ന ഡോക്ടർ ലീവാ, എല്ലിന്റെ ഡോക്ടറെ ഇല്ലോന്ന്. ഓർത്തിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. എനിക്ക് മാറിന്റെ സൂക്കാടൊന്നുമില്ല. അങ്ങനെ ആടുന്ന ആസ്പത്രിയിൽ എത്തുന്നതിന് മുമ്പേ എന്റെ കുഞ്ഞിപ്പണ്ണ് പെരുവയില് പെറ്റു. പ്രക്ഷോഭജാഥ ഉദ്ഘാടനം ചെയ്ത ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി പ്രൊഫസറുമായ ഡോക്ടർ KP അരവിന്ദൻ കേരള ആരോഗ്യ മാതൃക പഴങ്കഥയായി മാറിയതായി കുറ്റപ്പെടുത്തി. കേരളത്തിലെ ശിശുമരണ നിരക്ക് 10-ൽ താഴെ കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാതൃമരണ നിരക്ക് 66 ആണ്. 60കളിൽ 10%, 70കളിൽ 8% ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാരുകൾ നിക്ഷേപിച്ചുവെങ്കിൽ സമീപകാലത്ത് നിക്ഷേപം 4 മുതൽ 5% വരെ മാത്രമായി കുറഞ്ഞിരിക്കുന്നു. പകരം ഓരോ മന്ത്രിമാരുടെയും ഇച്ഛയ്ക്കൊത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രം പ്രഖ്യാപിക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി പോലും ആസൂത്രണം ചെയ്യാതെയാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ KP അരവിന്ദൻ ദേശീയ വരുമാനത്തിന്റെ 0.9% മാത്രമായിരുന്നു ഒരു വർഷം മുൻപ് വരെ ആരോഗ്യ മേഖലയിൽ നിക്ഷേപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി. മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളൊക്കെ വളരെ മുന്നിലാണ് നമ്മളെന്നും നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് 2-3 പതിറ്റാണ്ടുകളാണ്. എന്നാൽ സത്യം ഇന്ന് കേരള ആരോഗ്യ മാതൃക ഒരു പഴയ കഥ ആയിരിക്കുന്നു എന്നുള്ളതാണ്. കേരള ആരോഗ്യ മാതൃക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തവണയും കേരളത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അവിടെയുള്ള നിലവാരം എന്താണെന്ന് നോക്കിയല്ല ഇതിനെപ്പറ്റി പറയുന്നത്. കഴിഞ്ഞ വർഷം ഇത് 1.2% ഉയർത്തിയിട്ടുണ്ടെങ്കിലും ആരോഗ്യ മേഖലയിൽ 4 മുതൽ 5% വരെ നിക്ഷേപിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ KP അരവിന്ദൻ കൂട്ടിച്ചേർത്തു. ജാഥ കൺവീനർ ഡോക്ടർ ജിതേഷ് പ്രക്ഷോഭജാഥയ്ക്ക് സ്വാഗതം ആശംസിച്ചു. KGMO കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് ജാഥയ്ക്ക് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് MO വർഗീസ്, പ്രൊഫസർ മാധവ പണിക്കർ, ഡോക്ടർ C അബ്ദുൽ ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ജോസഫ് ചാക്കോ നന്ദി പ്രകാശിപ്പിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിടങ്ങൾ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി ജില്ല മൊത്തം ശുചീകരിക്കാൻ നിർദ്ദേശം. ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം.
ജില്ലയിൽ ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിടങ്ങൾ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ല മൊത്തം ശുചീകരിക്കാൻ അവലോകന യോഗം തീരുമാനിച്ചത്. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിലാണ് യോഗം ചേർന്നത്. എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ശുചീകരിക്കും. ഇതിനായി ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ രംഗത്തിറക്കും. ഇതിനായി പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക യോഗം ചേരും. 18-ന് നടക്കുന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനമായി. യോഗത്തിൽ MLA-മാരായ E. ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, DMA ഡോക്ടർ AP ദിനേശ് കുമാർ, ഡെപ്യൂട്ടി DMO-മാരായ ഡോക്ടർ E. മോഹനൻ, MC വിമൽരാജ്, മലേറിയ ഓഫീസർ V. സുരേശൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് K. അബ്ദുൽ ഖാദർ, കാറഡുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ, കാറഡുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത R. തന്ത്രി എന്നിവർ പങ്കെടുത്തു. ചേരങ്കയിൽ കടലാക്രമണം രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. കടൽക്ഷോഭത്തിൽ പല ദിക്കിലും ഭിത്തികൾ തകർന്നു. ചേരങ്കൈ, കാസർഗോഡ് ലൈറ്റ് ഹൌസ് കടപ്പുറങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. കടൽക്ഷോഭത്തിൽ കടൽ ഭിത്തി തകർന്ന് തെങ്ങുകളും കാറ്റാടി മരങ്ങളും കടപുഴകി വീണു. തീരദേശവാസികൾ ഭീതിയോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കീഴൂർ കടുക്കക്കല്ല് കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണവും അരങ്ങേറിയിരുന്നു. കടലാക്രമണങ്ങൾ ശക്തമായതോടെ നിരവധി കുടുംബങ്ങൾ മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭൂരഹിതർക്ക് അതിവേഗം ഭൂമി നൽകണമെന്ന് ആവശ്യം. മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി ധർണ. നിരവധി പേർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഭൂരഹിതർക്ക് ഭൂമി നൽകാൻ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും 3 സെന്റിൽ നിന്നും 10 സെന്റായി വർദ്ധിപ്പിക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് C. മൊയ്തീൻ കുഞ്ഞി, ഫെലിക്സ് ഡിസൂസ, അഹമ്മദ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ ബ്രഹ്മേശ്വരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിലധികമായി വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സമരങ്ങളിലൊന്നാണ് ഭൂരഹിതരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം. കേരളത്തിൽ 3.5 ലക്ഷത്തോളം ഭൂരഹിത കുടുംബങ്ങളുണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിട്ടും ഈ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഭൂമി ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ റസാഖ് പാലേരി അധ്യക്ഷത വഹിച്ചു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിനെതിരെ വിമുക്ത ഭടന്മാർ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന വിമുക്ത ഭടന്മാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാസർഗോഡ് ജില്ലാ എക്സ് സർവീസ് ലീഗ് കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണാ സമരം നടത്തി. പദ്ധതി നടപ്പാക്കുന്നതിന് ഇതുവരെ സർക്കാർ ഉറപ്പു നൽകാത്തതിനെ തുടർന്നാണ് വിമുക്ത ഭടന്മാർ സമരത്തിനിറങ്ങിയത്. കാഞ്ഞങ്ങാട് നടന്ന ധർണ കമാൻഡർ TV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒന്നും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് റിവാരിയിൽ 2013 നമ്മൾ നരേന്ദ്രമോദിജി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, പറഞ്ഞത് നമ്മൾ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, സർവിംഗ് പേഴ്സണും വിമുക്ത ഭടന്മാർക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഞാൻ തരുമെന്ന്. നമ്മളത് വിശ്വസിച്ചു. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ വിമുക്ത ഭടന്മാരും BJPക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് BJP അധികാരത്തിലെത്തി. അപ്പൊ അതിനുശേഷവും നമ്മുടെ ഫസ്റ്റ് പാർലമെന്റ് ബജറ്റ് സ്പീച്ചിൽ വെച്ച് ഫൈനാൻസ് മിനിസ്റ്ററും പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം ശരിയാക്കാം. ഈ ഇപ്പം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാണ്ട് ആരും ഇതുവരെ ചെയ്തില്ല. സ്ക്വാഡൻ ലീഡർ K. നാരായണൻ നായർ അധ്യക്ഷനായി. ലഫ്റ്റനന്റ് കേണൽ KT വിജയൻ, മേജർ പുരുഷോത്തമൻ, MR നായർ, ഫ്ലൈയിംഗ് ഓഫീസർ സഹദേവൻ, P. അബ്ദുൾ റഹ്മാൻ ഹാജി, ദേവി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാപ്റ്റൻ MV വിജയൻ നായർ സ്വാഗതവും PP കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പൊതുപ്രവർത്തകൻ കുഡ്ലു ഗംഗേ റോഡിലെ എ കൊരകൻ നിര്യാതനായി. ശവസംസ്കാരം ചൊവ്വാഴ്ച രാവിലെ നടക്കും. നേരത്തെ കോൺഗ്രസിലും CPM-ലും പ്രവർത്തിച്ചിരുന്ന കൊരകൻ അവസാന ഘട്ടങ്ങളിൽ BJP-യുടെ പ്രവർത്തകനായിരുന്നു. കാസർഗോഡ് വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ, അണങ്കൂരിലെ കോക്കനേറ്റ് ഗ്രോവർ സൊസൈറ്റി ഡയറക്ടർ, കുഡ്ലു കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ദേവകിയാണ് ഭാര്യ. കുമാരൻ, നാരായണൻ, പവിത്രൻ, ഡോക്ടർ വിജയലക്ഷ്മി, അംബിക, വിശാലാക്ഷി, ബാലാമണി, ഇന്ദിര, ബാബു, ബിന്ദു, രാജേന്ദ്രൻ തുടങ്ങിയവർ മക്കളാണ്. ശവസംസ്കാരം ചൊവ്വാഴ്ച രാവിലെ പാറക്കട്ടയിലെ പൊതുശ്മശാനത്തിൽ നടക്കും.
നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്ത് വൈറ്റ് മൂണിന്റെ മാതൃക. പൗവൽ വൈറ്റ് മൂൺ ക്ലബ്ബ് തങ്ങളുടെ തണൽ പദ്ധതിയിലൂടെയാണ് പഠനോപകരണം വിതരണം ചെയ്തത്. പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാമ്പത്തിക പ്രയാസം മൂലം നല്ലൊരു ബാഗോ പുസ്തകമോ വാങ്ങാൻ വഴിയില്ലാതെ പഠനം വഴിയിൽ പകച്ചുപോകുന്ന നിരവധി വിദ്യാർത്ഥികൾക്കാണ് 15 വർഷത്തിലേറെ പഴക്കമുള്ള പൗവൽ വൈറ്റ് മൂൺ താങ്ങും തണലുമായി മാറിയിട്ടുള്ളത്. ഇത്തവണയും അവർ പതിവ് തെറ്റിച്ചില്ല. പൗവൽ മാപ്പിള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും ടിഫിൻ ബോക്സും അടക്കമുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് നന്മയുടെ കയ്യൊപ്പ് ചാർത്തിയത്. മെഹബൂബെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പൗവൽ വൈറ്റ് മൂൺ കലാകായിക വേദിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പൗവൽ സ്കൂളിൽ നടന്ന പരിപാടി മുളിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN ഹനീഫ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള ക്ലബ്ബുകളും അതുപോലെ നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളും പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമായാലും ബാക്കിയുള്ള ഏത് കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സമ്പത്താണ്, നമ്മുടെ നാടിന്റെ പ്രധാനമാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് നമ്മുടെ നാടിന്റെ അവകാശമാണ്. ക്ലബ് ജനറൽ സെക്രട്ടറി MP നാസർ അധ്യക്ഷത വഹിച്ചു. മെഹബൂബെ മില്ലത്ത് ട്രസ്റ്റ് കോർഡിനേറ്റർ നൌഷാദ് നെല്ലിക്കാട് സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ എബി കുട്ടിയാനം മുഖ്യാതിഥിയായിരുന്നു. മെഹബൂബെ മില്ലത്ത് ട്രസ്റ്റ് ചെയർമാൻ ബെടുവൻ കുഞ്ഞി ചാൽക്കര പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ബാത്തിഷ പോവൽ, തോമസ് മാസ്റ്റർ, കൃഷ്ണപ്രസാദ് മാസ്റ്റർ, AK യൂസഫ്, K റംല, കബീർ പള്ളം, MP റഹീം, NA ശിഹാബ്, NA സിറാജ് എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പട്ടികജാതി പട്ടികവർഗ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പുസ്തക വിതരണം നടത്തി. കുഡ്ലു ഗോപാലകൃഷ്ണ സ്കൂളിലായിരുന്നു പരിപാടി. ഭാരതീയ ജനതാ പട്ടികജാതി പട്ടികവർഗ മോർച്ച കൺവെൻഷനും SC/ST വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവുമാണ് കുഡ്ലു ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ നടന്നത്. പരിപാടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള C നായിക് ഉദ്ഘാടനം ചെയ്തു. ಈ ದೇಶಕ್ಕೆ ಒಂದು ವರ್ಷದಲ್ಲಿ ಏನೆಲ್ಲ ಕೊಡುಗೆಯನ್ನು ಕೊಟ್ಟಿದೆ ಅಂತ ನಮ್ಮೆಲ್ಲರಿಗೂ ಗೊತ್ತಿದೆ. ಆದರೂ ಕೂಡ ನಮ್ಮ ವಿರೋಧ ಪಕ್ಷಗಳು ನಿರಂತರ ಟೀಕೆಯನ್ನು ಮಾಡ್ತಾ ಬಂದಿದೆ. ಕಳೆದ ಒಂದು ವರ್ಷದಲ್ಲಿ ನರೇಂದ್ರ ಮೋದಿಜಿಯವರು ಜನಸಾಮಾನ್ಯರಿಗೆ ಬೇಕಾಗಿ ಹಲವಾರು ಯೋಜನೆಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಅದನ್ನು ನಾವು ನಮ್ಮ ಪ್ರದೇಶದಲ್ಲಿ ಜನರಿಗೆ ತಿಳಿಸಬೇಕಾದಂತಹ ಕೆಲಸವನ್ನು ನಾವು ಮಾಡಬೇಕಾಗಿದೆ. സുരേഷ് കാളിയങ്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SC/ST മോർച്ച ജില്ലാ പ്രസിഡന്റ് രാമപ്പ മഞ്ചേശ്വരം മുഖ്യ അതിഥിയായിരുന്നു. K മാധവ മാസ്റ്റർ, S കുമാർ, പുഷ്പലത ആൾവാസ്, സുഞ്ഞാനി ഷാൻവോഗ്, K വിട്ടിലശെട്ടി, മഹാബല റൈ, സഞ്ജീവ പുളിക്കൂർ, മോഹന കാളിയങ്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മുഫ്തി ബിരുദം നേടിയ മുഹമ്മദ് ഫാറൂഖ് റാസ മിസ്ബാഹിയെ അനുമോദിച്ചു. ഉപ്പള സുന്നി ദഹവത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദനം. ഉത്തർപ്രദേശിലെ അൽ ജമിയത്തുൽ അഷ്റഫിയ വിദ്യാകേന്ദ്രത്തിൽ നിന്നും 18 വർഷത്തെ പഠനത്തിന് ശേഷമാണ് മുഹമ്മദ് ഫാറൂഖ് റസ മിസ്ബാ ബിരുദം നേടിയത്. ഉപ്പള സുന്നി ദാവത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ ദാറുൽ ഉലൂം മർക്കസ് പള്ളിയിൽ നടന്ന ചടങ്ങ് ജമാഅത്ത് പ്രസിഡന്റ് അത്താഉല്ല തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹുസൈൻ ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് ദാരിമി, ഹാഫിസ് മുഹമ്മദ് സാദിഖ്, അബ്ദുൽ അഫീസ്, ഹാഫിയ മുസ്താഖ്, മുഹമ്മദ് അസീം എന്നിവർ പങ്കെടുത്തു. GSTU കാസർഗോഡ് റവന്യൂ ജില്ലാ ദ്വിദിന ക്യാമ്പ് സമാപിച്ചു. ഒളിയത്തടുക്ക GWLP സ്കൂളിലായിരുന്നു പരിപാടി. ഉളിയന്തടുക്ക DWLP സ്കൂളിൽ 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടന്നത്. പരിപാടി KPCC എക്സിക്യൂട്ടീവ് അംഗം P ഗംഗാധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 2ാം ദിവസം നടന്ന പരിപാടി സംസ്ഥാന ട്രഷറർ TK എവുജിൻ ഉദ്ഘാടനം ചെയ്തു. MK ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യ സമരാനന്തര ഭാരതവും ദേശീയ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. മുൻ MP PT തോമസ് നേതൃത്വം നൽകി. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇത് ജനസമൂഹത്തെ അവരുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന നീക്കങ്ങൾക്കെല്ലാം എതിരായി ശക്തമായ പോരാട്ടം നടത്തുന്നതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഘടകമായി അധ്യാപക സമൂഹത്തിനും വർദ്ധിക്കാൻ കഴിയണം. നാടിന് സ്വാതന്ത്ര്യം നേടിത്തരുന്ന പോരാട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ പോലും മലബാറിലും മറ്റും നടന്നിട്ടുള്ള പോരാട്ടങ്ങളെ നയിച്ച
എ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എം താരാനാഥ് മധൂർ, കെ യൂസഫ്, കെ സുഹറ, കെ വി രവീന്ദ്രൻ, മോഹൻദാസ്, ടി ശ്രീധരൻ, ടി ബെന്നി എന്നിവർ സംസാരിച്ചു. PB അബ്ദുൾ റസാഖ് MLAക്ക് അനുമോദനം. വർക്കാടി ധർമ്മനഗറിലെ മണവാട്ടി സ്കൂളിലായിരുന്നു അനുമോദന ചടങ്ങ്. സ്കൂളിന് സർക്കാർ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചതിനാണ് PB അബ്ദുൾ റസാഖ് MLAയെ അനുമോദിച്ചത്. പരിപാടിയിൽ +2 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. സയ്യിദ് സംശുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൊയ്യത്തബയിൽ ജമാഅത്ത് പ്രസിഡന്റ് അഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം ഹാജി കല്ലൂർ, DMK മുഹമ്മദ്, പൊയ്യത്തബയിൽ മുൻ പ്രസിഡന്റ് PK കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, സുന്ദരൻ മാസ്റ്റർ, മുതിർന്ന അധ്യാപിക സാവിത്രി, ലീലാമോഹൻ ടീച്ചർ, അർഷാദ് വോർക്കടി, മമത ദിവാകർ, മുഹമ്മദ് കുഞ്ഞി, മൊയ്തീൻ കുട്ടി, PB അബൂബക്കർ, അഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ കരീം, അബ്ദുൽ ഖാദർ മാസ്റ്റർ, സക്കരിയ സംഷാദ് എന്നിവർ പങ്കെടുത്തു. ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ധനലക്ഷ്മി ബാങ്കിന്റെ ശാഖയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തി. 100 കണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പിരിച്ചുവിട്ട യൂണിയൻ ജനറൽ സെക്രട്ടറി PV മോഹനെ സർവീസിൽ തിരികെ എടുക്കുക, സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ശാഖയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ സമരം ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും മൂടിവെക്കുകയും മാനേജ്മെന്റിനെതിരെ ഒരു ചെറുപരവും അനക്കാതെ അവരുടെ കാര്യസ്ഥന്മാരായിട്ട്, മാനേജ്മെന്റിന്റെ കാര്യസ്ഥന്മാരായിട്ട് മാത്രം ജീവനക്കാർ മാറണം എന്ന താല്പര്യമാണ് സംഘടിത മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നേതൃത്വത്തെ തന്നെ അവരുടെ മേഖലയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഈ മേഖലയിൽ വളർന്നു വരുന്ന സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി പിന്മാറിക്കുക, അതുപോലെ തന്നെ പുതിയ ആളുകൾ എടുക്കുന്ന കരാറടിസ്ഥാനത്തിൽ തൊഴിലാളികളെടുത്ത് ബാങ്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക. രാംപ്രസാദ്, അശോക് കുമാർ, സബീഷ് എന്നിവർ സംസാരിച്ചു. ഗോപിനാഥ്, സുരേഷ്, അപ്പക്കുഞ്ഞി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. എണ്ണപ്പാറ PHCയോടുള്ള അവഗണന. നാട്ടുകാർ DMO ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. നിവേദനങ്ങൾ ഏറെ നൽകിയിട്ടും കോടമ്പള്ളൂർ പഞ്ചായത്തിലെ എണ്ണപ്പാറ PHCയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. എണ്ണപ്പാറ PHCയിൽ കിടത്തി ചികിത്സ അനുവദിക്കുക, കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ അണിനിരന്നു. ചെമ്മട്ടംവയൽ കേന്ദ്രീകരിച്ച് പ്രകടനമായി എത്തിയാണ് ധർണാ സമരത്തിൽ പങ്കെടുത്തത്. സർവകക്ഷി സംഘം മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും നിവേദനം നൽകിയിട്ടും നടപടിയൊന്നും ആവാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടന്നത്. ധർണാ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വേണുഗോപാൽ അധ്യക്ഷയായി. P ഗംഗാധരൻ നായർ, VV രമേശൻ, മണികണ്ഠൻ നായർ, ബാനം കൃഷ്ണൻ, M ഗോപാലൻ, P ദാമോദരൻ, PV ചാത്തു, രജനി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് കവർച്ച. മല്ലം ആനമുജനിലെ ഡോക്ടർ സുന്ദരിയുടെ വീട്ടിലായിരുന്നു കവർച്ച. ചെമ്പുപാത്രങ്ങൾ നഷ്ടപ്പെട്ടു. ആദൂർ പോലീസിൽ പരാതി നൽകി. മണൽ കടത്തുകയായിരുന്ന പിക്കപ്പ് വാൻ പിടിച്ചു. ആലമ്പാടി പട്ടേൽ ജംഗ്ഷനിൽ വെച്ച് വിദ്യാനഗർ പോലീസാണ് മണൽ വേട്ട നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഉപഭോക്താക്കളോട് മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥ നിലപാടിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച 10 മണിക്കാണ് ധർണ. CPCRA ജീവനക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. കാഞ്ഞങ്ങാട്ട് ബല്ലയിലെ രാമേന്ദ്രനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. യുവാവിനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച് പാവൂർ കിതമ്പാടിയിലെ ജംഷീദിനാണ് മർദ്ദനമേറ്റത്. ചെർക്കള ബസ് സ്റ്റാൻഡ് റോഡ് പ്രശ്നം. ബുധനാഴ്ച കലക്ടർ യോഗം വിളിച്ചു. രാവിലെ 11 മണിക്കാണ് യോഗം. ജന്മദേശം 32ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഏഷ്യാനെറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ മാങ്ങാട് രത്നാകരനും മാതൃഭൂമി ചീഫ് എഡിറ്റർ ബിനോയ് മാത്യുവിനും അവാർഡ് സമർപ്പിച്ചു. ജന്മദേശം 32ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാധ്യമങ്ങൾ സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ISRO മുൻ അധ്യക്ഷൻ ഡോക്ടർ G മാധവൻ നായർ പറഞ്ഞു. ഇന്നിപ്പോൾ ഏത് പത്രത്തിലായാലും TV ചാനലിലായാലും അവിടെയൊക്കെ
വരുന്നതെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ, അതിൻ്റെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിച്ച് അതിൽ ഒരു വിധത്തിലും കണക്റ്റഡ് അല്ലാത്തതും അതിനെപ്പറ്റി യാതൊരു വിവരമില്ലാത്ത ആൾക്കാരെ കൊണ്ട് കുറേ ചർച്ച നടത്തി അതിൻ്റെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഐറ്റമായി എന്നാണ് ആളുകളുടെ വിചാരം. നേരെ മറിച്ച് അതിന് പകരം നമുക്ക് ചുറ്റും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്, ആ പരിഹാര മാർഗങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കാം, അഥവാ അതിലുള്ളത് തന്നെ ഏതാണ് നമുക്ക് ഏറ്റവും നല്ലത്, അത് നമുക്ക് എത്രയും വേഗം ചെയ്യാൻ കഴിയും, അതിന് എന്ത് തരത്തിലുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്, അങ്ങനെയുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയിലേക്ക് ആക്കം കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. ജന്മദേശം മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം മാങ്ങാട് രത്നാകരനും വിനോയ് മാത്യുവും ഏറ്റുവാങ്ങി. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന മേഖലകളിൽ കഴിവ് തെളിയിച്ച 10 പ്രമുഖ വ്യക്തികളെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥവും പുറത്തിറക്കി. ജീവചരിത്ര ഗ്രന്ഥം ഡോക്ടർ G ഗോപകുമാർ പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ജീവചരിത്ര ഗ്രന്ഥം ഏറ്റുവാങ്ങി. P കരുണാകരൻ MP മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രദീപിക കമ്പനി ചെയർമാൻ മോൺസിഞ്ഞോർ മാത്യു അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജന്മദേശം സപ്ലിമെന്റ് ബാലതാരം ബേബി നിരഞ്ജന പ്രകാശനം ചെയ്തു. ഡോക്ടർ AM ശ്രീധരൻ, N ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. KM തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതം പറഞ്ഞു. തുടർന്ന് മാജിക് ഷോയും നടന്നു. മാജിക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒന്ന് കട്ട് ചെയ്തോളൂ, ചെറിയ കട്ട് ചെയ്തോളൂ. ഓക്കെ, ഒന്നും കട്ട് ചെയ്തു, കുറച്ച് അടിയിൽ തന്നെ കട്ട് വിഷയമില്ല. റൈറ്റ്, ലൈക്ക് ദിസ് 3 cuts ആൻഡ് അഗൈൻ ഒന്നുകൂടെ മുകളിൽ കയറ്റി വെച്ചതിന് ശേഷം കട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. കട്ട് ചെയ്തോളൂ. ഇവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. റൈറ്റ്, സീ ദിസ്. ഇതാണ് മാജിക്. ഇതാണ് മാജിക്. താങ്ക് യു വെരി മച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ഡോക്ടർമാർ സമരരംഗത്ത്. KGMOAയുടെ ആഭിമുഖ്യത്തിലുള്ള പൊതുജനാരോഗ്യ സംരക്ഷണ യാത്ര കാസർകോട്ട് നിന്ന് തുടങ്ങി. ഡെങ്കിപ്പനി പടരുന്നു, ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം, ശുചീകരണത്തിനും ആഹ്വാനം. ചേരങ്കയിൽ കടലാക്രമണം രൂക്ഷം, നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിനെതിരെ വിമുക്ത ഭടന്മാർ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. ഭൂരഹിതർക്ക് അതിവേഗം ഭൂമി നൽകണമെന്ന ആവശ്യം. മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി ധർണ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasaargodchannel.com. നമസ്കാരം.